So first one, principal quantum number. Principal quantum number n കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. n1 ആകുന്നത് KLMN. അങ്ങനെ 1, 2, 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷെല്ലുകൾ. സെക്കൻഡ് വൺ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ L. Lന് 0 മുതലുണ്ട്, 0, 1, 2, 3 എക്സെട്ര. ഫ്രം 0 to n-1 values. L is equal to 0 for s orbital, L equal to 1 for p orbital, L equal to 2 for d orbital, etc. Then spin quantum number s is equal to plus or minus 1 by 2. Now the fourth one, total angular momentum quantum number. Total angular momentum quantum number. The total angular momentum is represented by the small letter j. Then j is equal to the summation of orbital angular momentum plus spin angular momentum. Angular momentum ഞാൻ ചെറുതാക്കി അങ്ങ് എഴുതുന്നുള്ളൂ കേട്ടോ. So j is equal to orbital angular momentum plus spin angular momentum. But we can write it as j is equal to L plus or minus s. J is equal to L plus s or j is equal to L minus s. ശരിയല്ലേ? രണ്ട് സ്റ്റേറ്റും പോസിബിൾ ആണ്. അങ്ങനെയല്ലേ ഹരിത പറഞ്ഞേ? ജെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എസ് ആണെങ്കിൽ, എൽ പ്ലസ് എസ് ആണെങ്കിൽ ജെ ഈക്വൽ ടു എൽ പ്ലസ് എസും പോസിബിൾ ആണ്, ജെ ഇസ് ഈക്വൽ ടു എൽ മൈനസും പോസിബിൾ ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഗുഡ്. ഇപ്പം നമ്മളുടെ ഒരു വാല്യൂ ഞാൻ തരാം. ജെ ലെറ്റ് കൺസിഡർ എൽ ഈസ് ഈക്വൽ ടു 1/2. സോറി, എടുത്ത് ശരി. എൽ ഈസ് ഈക്വൽ ടു 2. എൽ 2 ആണെങ്കിൽ ജെയ്ക്ക് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ്? ഇഫ് എൽ ഈക്വൽ ടു 2, ജെ ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങോട്ടേ മൾട്ടിപ്ലൈ ചെയ്ത 2 into 2 plus 4 plus 1/2, 5/2. ശരിയല്ലേ? ആൻഡ് ജെ ഈസ് ഈക്വൽ ടു 2 minus 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 minus 1/2, 3/2. അപ്പം ജെ എന്ന് പറയുന്നത് എൽ പ്ലസ് എസ്, എൽ മൈനസ് എസ്, രണ്ട് വാല്യൂകൾ പോസിബിൾ ആണ്. അങ്ങനെയെങ്കിൽ ഇതിനെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഫിഗർ അല്ലെങ്കിൽ വെക്ടർ രീതിയിൽ നമ്മൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിനെയും സ്പിൻ ആംഗുലാർ മൊമെന്റത്തിനെയും റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലും എസും പാരലാകുമ്പം അല്ലെങ്കിൽ ഒരേ ഡയറക്ഷനിലാകുമ്പോഴേ നമുക്ക് പോസിറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. നോക്കിയോ, ലെറ്റ് കൺസിഡർ ഹിയർ ദിസ് ബ്ലാക്ക് ലൈൻ ഈസ് റെപ്രസെന്റഡ് ദ വാല്യൂ എൽ. L is equal to 2, and here the red line is represent the spin quantum number s equal to plus 1/2 if both are in same direction. അപ്പം ഇത് എത്രയായി? 2 plus 1/2 total value, that is equal to j. J is equal to 2 plus 1/2, that is equal to 2 into 2, 4 plus 1, 5/2. ക്ലിയർ ആയോ ഹരിത? രണ്ടും ഒരേ സെയിം ഡയറക്ഷൻ. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെയും സ്പിൻ ആംഗുലാർ മൊമെന്റത്തിന്റെയും ഡയറക്ഷൻ സെയിം ആണെങ്കിൽ മാത്രമേ
നമുക്ക് എൽ പ്ലസ് എസ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇഫ് ബോത്ത് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, മുമ്പേ വരച്ച പോലെ തന്നെ ഇഫ് ദിസ് ഈസ് എൽ, സെയിം ലെങ്ത് തന്നെ വരച്ചു കേട്ടോ, ആൻഡ് ദിസ് ഈസ് എസ്, if this both the L and the S are in opposite direction, let's consider this is the direction of S and this is the direction of L. Then again consider L is equal to 2, S is equal to opposite direction, that means minus 1 by 2. Then J is equal to L minus S, that is equal to 2 minus 1 by 2. 2 ഇങ്ങോട്ടേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 2, 4 minus 1, that is equal to 3 by 2. This is the representation of total angular momentum quantum number, small j. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു മൊമെൻറ്റത്തിൻ്റെ വാല്യൂ, അതായത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം പി എസ് എന്ന് പറയുന്നത് എസ് എച്ച് കട്ടാണ്. വേവ് മെക്കാനിക്സിൽ പി എസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എച്ച് കട്ടാണ്. ഹിയർ the momentum, total angular momentum Pj is equal to, similarly നേരത്തെ എഴുതിയ പോലെ തന്നെ ജെ എച്ച് കട്ട്, and if it is considered as in wave mechanics, Pj is equal to root of j into j plus 1 into h kut. Let's consider the value of L is equal to 3. L ന്റെ വാല്യൂ 3 ആണെങ്കിൽ what about the value of total angular momentum quantum number? ജെയുടെ വാല്യൂ ഏതൊക്കെയാവും? 3 plus 1 by 2 എത്രയാവും? 2 into 3, 6 plus 1, 7 by 2, and j is equal to 3 minus 1 by 2, that is equal to 6 minus 1, 5 by 7 by 2, 5 by 2. ഇവിടെ എങ്ങനെയാകും നമ്മൾ ഈ വെക്ടറിനെ വരച്ചു കഴിഞ്ഞാൽ? മുമ്പേ വരച്ച പോലെ എല്ലിനെയും എസിനെയും രണ്ട് രീതി വരയ്ക്കാം. ഇത് L 3, ഇവിടെ സെക്കൻഡ് കേസിൽ L, ഇവിടെ എസ് എന്ന് പറയുന്നത് ഇവിടെ എസ് എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് അല്ലെങ്കിൽ ജെ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആണെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. ജെ ഈസ് ഈക്വൽ ടു എൽ മൈനസ് എസ് ആണ്, ഇതുണ്ടോ ഒരേ ഡയറക്ഷൻ. അപ്പം എൽ പ്ലസ് എസ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എൽ മൈനസ് എസ്. ഹിയർ ജെ ഈസ് ഈക്വൽ ടു L plus S, here J is equal to L minus S, this value is equal to 7 by 2, this value is equal to 5 by 2. Clear? Next one, fifth one, magnetic quantum number. Magnetic orbital quantum number. Magnetic orbital quantum number. ചില മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. ഫസ്റ്റ് വൺ, magnetic orbital quantum number represented by their letter m suffix l, orbital L. So if
our value of L is equal to 3. L 3 ആണെന്നിരിക്കട്ടെ. L 3 ആണെങ്കിൽ അത് ഏത് ഓർബിറ്റിലായിരിക്കും എന്ന് നമ്മൾ പറയണേ? L 0 ആണ് എസ്, L 1 ആണെങ്കിൽ പി, L 2 ആണ് ഡി, L 3 ആണെങ്കിൽ എഫ്. L 3 ആണെങ്കിൽ ML has the value from ML has the values from minus L to plus L. അപ്പം മൈനസ് എൽ എത്ര എവിടെ? L 3 ആണെങ്കിൽ -3 +3 -3 മുതൽ +1 വരെയുള്ള വാല്യൂ പോസിബിൾ ആകും. അതേതൊക്കെയാണ്? -3, -2, -1, 0, 1, 2, 3. അപ്പം ടോട്ടൽ എത്ര വാല്യൂ പോസിബിൾ ആവും? ടോട്ടൽ വാല്യൂസ് എന്ന് പറയുന്നത് ഇതിവിടെ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7. L 3 ആണെങ്കിൽ 7 കിട്ടണമെങ്കിൽ 2L + 1. അപ്പം എത്രയാവും? 2 × 3 + 1, 7 വാല്യൂ. സോ if L is equal to 3, ML has the value from -L to +L, from -3 to +3, -3, -2, -1, 0, 1, 2, 3. Then the total number of values is equal to 2L + 1, that is equal to 7 values are possible. Now, consider its representation. Let's consider the direction of the magnetic field. നോക്കിക്കോണേ, ഫിഗർ വരയ്ക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കണം. Let this is the direction of the magnetic field. B. ഈ ഡയറക്ഷൻ അല്ലെ ഈ ആക്സിസ് ബിയുടെ ആക്സിസ് ആണ്. അതായത് നമ്മൾ ഓർബിറ്റൽ, അതായത് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഈ വെക്ടർ ആറ്റം മോഡലിൽ ആദ്യം പറഞ്ഞായിരുന്നു. സ്പേഷ്യൽ ക്വാണ്ടൈസേഷനും സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ. അതിൽ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ പറഞ്ഞായിരുന്നു എക്സ്റ്റേണൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും, എന്നിട്ട് ഓരോ ഓർബിറ്റലിൽ നിന്നും ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ പ്രൊജക്ഷൻസ് വരയ്ക്കും. അങ്ങനെയാണ് നമ്മൾ സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വരയ്ക്കുന്ന ഈ ഡയറക്ഷൻ ഓഫ് ബി എന്ന് പറയുന്നതാണ് അതിൻ്റെ റെഫറൻസ് ആക്സിസ്. അതാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് L is equal to, Lന് ഏതൊക്കെ വാല്യൂ പോസിബിൾ ആണ്? 0, 1, 2, 3 പറ്റും, -1. സോ ലെറ്റ് കൺസിഡർ ദിസ് ഈസ് L is equal to 0. Then consider this is L is equal to 1. Consider this is L equal to 2. L is equal to 0, L is equal to 1, L is equal to 2. അങ്ങനെയെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ പ്രൊജക്ഷൻ അവിടുന്ന് 90 ഡിഗ്രിയിൽ ബിയുടെ ആക്സിസിലേക്ക് മുട്ടിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ എവിടെ ജോയിൻ ചെയ്യുന്നു? ഇത് ഈക്വൽ ഡിസ്റ്റൻസ് അറിയണം കേട്ടോ, വരയ്ക്കുമ്പോൾ എവിടെ ജോയിൻ ചെയ്യുന്നു ആ വാല്യൂ, ദാറ്റ് മീൻസ് 0, 1, 2. അടുത്ത് നമുക്ക് ഈ ആക്സിലോട്ട് തന്നെ വരയ്ക്കാം, ഇങ്ങനെ 3 ഈ പോയിന്റിൽ. സിമിലർലി നമുക്ക് ഇപ്പുറത്ത് വശത്തോട്ടും വരയ്ക്കാം. L is equal to -1. ഇതേ ഡിസ്റ്റൻസിൽ ഇതേ ഇതിൽ ഇപ്പുറത്ത് വശത്ത് വരും. അതെന്നാന്ന് വെച്ചാൽ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കിൾ ഫോം ആകട്ടെ. L equal to 1,
L equal to 2, L is equal to 3. So this is for L is equal to -1, L is equal to -2, L is equal to -3. L is equal to -1, -2 എന്ന് ശരിക്കും പറയണ്ട. എല്ലിന് നമുക്കിവിടെ 3 എന്നാണ് തന്നിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ വാല്യൂ പറഞ്ഞാലും മതി. -1 ഇച്ചിരി ചെറുതായി വരച്ചാൽ മതി. -2, -3. അപ്പൊ നോക്കിയേ, ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഇങ്ങനെ എഴുതണ്ട, അല്ലെ നമുക്ക് അതൊരു കൺഫ്യൂഷനാണ്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഇത് ജോയിൻ ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത് വേവ് പോലെ ആയിപ്പോയി. ഇതിങ്ങനെ ഒരു സർക്കുലാർ ഫോമിൽ കിട്ടണം. ഒരു കാര്യം ചെയ്യണം, ഇതിങ്ങനെ നീട്ടി ഈ സർക്കിളിൻ്റെ എഡ്ജിലേക്ക് വരയ്ക്കണം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു കോമ്പസോ മറ്റോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരച്ചേക്ക് കേട്ടോ, അല്ലെ പിന്നെ ഇങ്ങനെ തെറ്റിപ്പോ. ഇവിടെ നോക്കിയേ, L ഈസ് ഈക്വൽ ടു 3 എന്നാണ് പറഞ്ഞത് അല്ലേ? ഒന്നുകൂടെ പറയാം, L ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ -L ടു +L, -3 മുതൽ +3 വരെ കണ്ടോ? ഇത് -3, -2, -1, 0, 1, 2, 3. ദീസ് ആർ ദ വാല്യൂസ് ഓഫ് ML. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന വാല്യൂ എന്നാണ്? ML ആണ് 0, ML ആണ് -1, ML ആണ് -2. സോ നോക്കി, അപ്പൊ ML എന്ന് പറഞ്ഞ എന്നാണ്? L എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ ആണ് ഏത്? ഓർബിറ്റൽ മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. സോ മാഗ്നറ്റിക് ഓർബിറ്റൽ quantum number is the projection of orbital quantum number. Orbital quantum number L to the direction of the applied magnetic field. അതല്ലേ ഇവിടെ നോക്കി, ഇങ്ങനെയാണ് L. ഇത് അടുത്ത് Lന്റെ വാല്യൂ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊജക്ഷൻ. ആ പ്രൊജക്ഷൻ എവിടെ വന്ന് മുട്ടുന്നു? ഇവിടെ വന്ന് മുട്ടുന്നു. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതാണ് 1 യൂണിറ്റ് ഡിസ്റ്റൻസ്. ഇവിടെ നിന്ന് ഇവിടം വരെ 2. ഇത് കൃത്യം അകലെ ആയിരിക്കുന്നതാണ് ഞാൻ പറയാൻ കാരണം. 0 to 1, 1 to 2, 2 to 3. ഇവിടെ 0 to -1, -2, -3. അപ്പം നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7. 2L plus 1, 2 into 3 plus 1, 7 values possible. These are the details of magnetic orbital quantum number. If L equal to 2, ML എന്ന് പറയുന്നത് -L മുതൽ +L വാല്യൂ വരെയും പറ്റും. That is equal to -2, -1, 0, 1, 2. Total value 2 into 2 plus 1. That is equal to 5. നമ്മൾ L equal to 2 എന്ന് പറയണ ഓർബിറ്റൽ. പിന്നെ ഏത് പറ്റും? L is equal to, അല്ലെങ്കിൽ ഇവിടെ ML അപ്പം 0 ആകുന്നത് പറ്റും. ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് B. ഈ ആക്സിസ് ഏതാണ്? മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ആക്സിസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് നമ്മൾ പ്രൊജക്ഷൻസ് വരയ്ക്കുവാണ്.
സെക്കൻഡ് കേസിൽ ഇത് L ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റ് ഇതാണെങ്കിൽ അവിടുന്ന് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ എവിടെ മുട്ടണം? 0 കഴിഞ്ഞാൽ 1A വരും. 1 കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ വരയ്ക്കാം. ദാറ്റ് ഈസ് 2. തിരിച്ച് ഇപ്പുറ സ്ഥലത്തോട്ടും 0 -1 -2. രാഷ്ട്രം വരച്ചായിരുന്നോ? ക്ലിയർ അല്ലേ? കിട്ടുന്നുണ്ടല്ലോ പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ. L2 ആണേലും 3 ആണേലും ഏതാണെങ്കിലും നമുക്ക് അതനുസരിച്ച് വരച്ച് ചെയ്യാം. ഓക്കെ. ആറാമത്തത് 6th one, magnetic spin quantum number that is represented by ms. നമ്മൾ നേരത്തെ ഓർബിറ്റിലായിരുന്നപ്പം ml എന്ന് എഴുതി. ഇവിടെ മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് ms. This is same as the projection of the spin vector S to the direction of the magnetic field. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന്റെ പ്രൊജക്ഷൻ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. എന്നാൽ മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ദ പ്രൊജക്ഷൻ ഓഫ് ദ സ്പിൻ വെക്ടർ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന് 2 വാല്യൂസ് ആണ് പോസിബിൾ. ms ഈക്വൽ ടു നോക്കിക്കോണം ±1/2. That means either it is in the positive direction or in upward direction, or the value is negative. That means the spin vector is in downward direction. അപ്പോൾ നമ്മൾ ഇതിനൊരു സെൻറ്റർ ആയിട്ടൊരു പോയിന്റ് എടുത്തിട്ട് വരച്ചാൽ മതി എളുപ്പം. ഇവിടെ സെൻറ്റർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് +1/2, ഇത് -1/2. So ms equal to -1/2, ms equal to +1/2. That is in the direction of magnetic field. ഇത് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്കിൽ. ദാറ്റ് മീൻസ് എങ്ങനെ ഒരു ആംഗിൾ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടുന്ന് പ്രൊജക്ഷൻ വരയ്ക്കണം. പക്ഷേ സ്പിൻ ക്വാണ്ടം നമ്പർ 2 ഉള്ളൂ, +1/2 -1/2. So both are straight line, the same direction of B, and we can represent it. If it is 0, this is +1/2, this is -1/2. That means the projection of the spin vector along the direction of the magnetic field, ms equal to ±1/2. That is magnetic spin quantum number. മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. അപ്പം മാഗ്നറ്റിക് കൂട്ടി നമ്മൾ ഓർബിറ്റൽ പറഞ്ഞു, എല്ലിൻ്റെ പറഞ്ഞു, മാഗ്നറ്റിക് സ്പിൻ പറഞ്ഞു, എസിൻ്റെ പറഞ്ഞു, പിന്നെ മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. 7th one, മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ലെറ്റർ ഏതായിരുന്നു? J. So here the magnetic total angular momentum is represented by m suffix j. Similarly, mj has 2j + 1 values. എവിടെ മുതൽ എവിടം വരെയാണ്? ഫ്രം -j2 + j. ഇനി ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം L + S ആണ്. ജെ 0 ആണെങ്കിൽ എത്രയാവും? സോറി, L 0 ആണെങ്കിലോ
j is equal to 0 plus 1 by 2. That means 1 by 8. അപ്പോൾ എവിടെ നിന്നാണ് വാല്യൂ പോസിബിൾ ആകുന്നത്? 0, 1 by 2 ആ ഒരു സ്റ്റേറ്റേ പറ്റുള്ളൂ അല്ലേ? j 1 by 2 ആണെങ്കിൽ 2 into 1 by 2 plus 1. അപ്പോൾ അതെയാവും 1 plus 1. ഒന്നെങ്കിൽ 0യും 1 by 2 പറ്റും, അല്ലെങ്കിൽ 0യും -1 by 2 പറ്റും. ദാറ്റ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ഈ സ്പിന്ന് പോസിറ്റീവ് ആണ് 0യും 1 by 2 പറ്റും. സ്പിന്ന് നെഗറ്റീവ് ആണെങ്കിൽ 0യും -1 by 2 പറ്റും. വേറൊന്നും ചെയ്തു നോക്കാം, അപ്പോൾ നല്ല വൃത്തിയായിട്ട് മനസ്സിലാവും. ഇഫ് L ഈസ് ഈക്വൽ ടു 1 ഏതൊക്കെ പറ്റും? ML എവിടം വരെയും പറ്റും? 1 plus 1 by 2. അപ്പൊ എത്രയാവും? 3 by 2 അല്ലേ? പിന്നെ ML is equal to ഇനി JL plus S ആവാം. സോറി MJ JL minus S ആവാം. ഇത് L plus Sന്റെ കേസിൽ L minus S ആണെങ്കിൽ 1 minus 1 by 2. അത് എത്രയാവും? 2 minus 1 1 by 2. ഇപ്പൊ നോക്കിയേ, MJക്ക് എത്ര വാല്യൂ പറ്റും? 3 by 2 1, 1 by 2 2, പിന്നെ L എത്രയാന്നാ പറഞ്ഞേ? L എത്രയാന്നാ പറഞ്ഞേ? 1. MJ എത്ര കിട്ടി? അല്ലെങ്കിൽ J എത്രയായി? L 1 ആയി കഴിഞ്ഞാൽ J എത്രയാണ്? L plus S 1 plus 1 by 2 that is equal to 3 by 2. അപ്പം മൊത്തം എത്ര വാല്യൂ പോസിബിൾ ആകും? 2J plus 1 വാല്യൂ പറ്റും. അപ്പൊ 2 into 3 by 2 plus 1 വാല്യൂ പറ്റും. ഇതും വെട്ടിപ്പോയാൽ എത്ര പറ്റും? മൊത്തം 4 വാല്യൂസ് പറ്റും. അപ്പൊ നമുക്ക് പോസിറ്റീവ് സ്പിന്നിന്റെ കേസിൽ 3 by 2 1 by 2 കിട്ടിയിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ ഓഫ് ബി. ഇത് ബിയുടെ ഡയറക്ഷൻ, അതിന്റെ സെന്റർ. സോ ബിക്ക് ഇവിടെ നോക്കിയേ, MJക്ക് 0 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയില്ല ശരിക്കും അല്ലേ? -J2 പ്ലസ് എ, പക്ഷെ എല്ലിൻ്റെ കൂടെ എപ്പോഴും എന്തുണ്ട്? പ്ലസ് എസ് വന്നുണ്ട്. ഒന്നെങ്കിൽ 1 by 2 അല്ലെ -1 by 2ന്റെ ടേമേ വരുള്ളൂ. 1 by 2 1 by 2 plus 1 1 by 2 plus 2 എക്സെട്ര അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് പോസിബിൾ ആയ കേസ് L is equal to plus 1 by 2 എന്നുള്ളത്. Here this is L is equal to plus 1 by 2. Here this is L is equal to minus 1 by 2. സോ ഇവിടുന്ന് പ്രൊജക്ഷൻ ഇങ്ങ് വരച്ചാൽ ഇവിടെ കിട്ടുന്ന MJയുടെ വാല്യൂ 1 by 2 ആയി. ഇവിടുന്ന് ഇങ്ങനെ ആരോ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ കിട്ടുന്ന ഈ വാല്യൂവിൻ്റെ MJ എന്ന് പറയുന്നത് 3 by 2 ആയി. അതുപോലെ ഇതെത്രയായി? -1 by 2 ആയി. ഇതെത്രയായി? -3 by 2. അപ്പൊ എത്ര വാല്യൂ ആയി? 1 2 3 4. മനസ്സിലായ റഷ്ന? ഇവിടെ 0 ഇല്ല, ഈ 0യുടെ ലൈൻ വരില്ല. ബിക്കോസ് -J2 പ്ലസ് J, Jയ്ക്കകത്ത് L പ്ലസ് S ആണ്. ഇപ്പൊ S കൂട്ടുമ്പം എപ്പോഴും ഏത് വരും? L 0 ആയാലും S എത്രയുണ്ട്? 1 by 2 ഉണ്ട്. 1 by 2 അല്ലെ -1 by 2 ഉണ്ട്. അപ്പം 0യുടെ നേരിലല്ലേ ഒറിജിനിൽ ഇങ്ങോട്ടൊരു ലൈൻ ഇല്ല.
ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് 1/2 3/2 അടുത്ത് പറഞ്ഞുണ്ടെങ്കിലോ 5/2 7/2 എക്സെട്ര. ഇങ്ങോട്ടാണെങ്കിൽ -1/2 -3/2 -5/2 -7/2 എക്സെട്ര. ക്ലിയർ ആയോ? എന്തോ? ഹലോ, ഓക്കെ. എന്നാൽ ഞാൻ എം ജെ ഈക്വൽ ടു ഇപ്പം നമ്മൾ ചെയ്ത് 1 അല്ലേ, ജെ ഈക്വൽ ടു 2 ചെയ്ത റാഷന. ഇഫ് എൽ ഈസ് ഈക്വൽ ടു 2 നോക്കിക്കോ ഒന്നോടെ. എൽ 2 എടുത്താൽ ജെ എൽ പ്ലസ് എസ് ആകും 2 + 1/2. 2 4 1 5. അപ്പോൾ ജെ കിട്ടി 5/2. അതാണ് നമുക്ക് ശരിക്കും വേണ്ട വാല്യൂ. ജെ കിട്ടിക്കഴിഞ്ഞാൽ എം ജെയുടെ വാല്യൂ എവിടെ മുതൽ എവിടം വരെയാണ്? -j മുതൽ +j വരെ. ദാറ്റ് മീൻസ് -5/2 മുതൽ +5/2 വരെയും പോസിബിൾ ആണ്. എത്ര എണ്ണം പറ്റും? 2j + 1 വാല്യൂ. 2 × j 5/2 + 1. രണ്ടും ക്യാൻസലായി 6 വാല്യൂസ് പറ്റും. അപ്പോൾ ഏതൊക്കെ ഉണ്ടാവും? ഇവിടെ നമ്മൾ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഇത് 5/2, ഇത് -5/2, 6 വാല്യൂസ് വേണം. ഇവിടെ -3/2, ഇവിടെ +3/2, ഇവിടെ +1/2, ഇവിടെ -1/2, ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡ്രോ ദ പ്രൊജക്ഷൻസ്. ഇതിങ്ങനെ വരും, അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇത് കിട്ടും. ഇതിങ്ങോട്ട് വരും, അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇത് കിട്ടും. ഇതിങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇത് കിട്ടും. ഇങ്ങോട്ട് വരും, ആ പ്രൊജക്ഷൻ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? ഇപ്പം ഏത് വാല്യൂ ചോദിച്ചാലും അതനുസരിച്ച് ജെ എഴുതുക, എം ജെയുടെ വാല്യൂ കണ്ടുപിടിക്കുക, എവിടെ മുതൽ എവിടം വരെയാണ്, എത്ര ഡിവിഷൻ വേണം നോക്കുക, അതനുസരിച്ചുള്ള ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ബി. ബിയുടെ ഡയറക്ഷനിലേക്ക് ഓരോ ജെയുടെ, ഇതാണ് ജെ വെക്ടർ, ഓരോ ജെയുടെയും പ്രൊജക്ഷൻ വരച്ച് കഴിയുമ്പം ഇതെല്ലാം എം ജെയുടെ വാല്യൂ ആണ്. എം ജെയുടെ വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.